ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ മർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് വരുന്നതും മർത്ത ഈശോയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതുമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ മർത്ത ഒരു പരാതിയുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ മർത്തയോട് പറയുകയാണ്, മർത്ത നീ പല കാര്യങ്ങളെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളതുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ ഈശോ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരൊറ്റ വചനമാണ്. ഈശോ പറയുകയാണ്, നീ പല കാര്യങ്ങളെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും. ഈശോയുടെ സന്നിധിയിലേക്ക് മർത്ത കടന്നു വരുമ്പോൾ മർത്തയുടെ മനസ്സിൽ പല കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഈശോ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുകയാണ്. നമ്മൾ ഓരോ ദിവസം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, ഈശോയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠാകുലരും അസ്വസ്ഥരും ഒന്നും ആകണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകളും ഉത്കണ്ഠകളും എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് ഫ്രീ ആയിട്ടിരിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഈശോ മർത്തയിൽ നിന്ന് ആഗ്രഹിച്ചതും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.